നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് എത്തി നിൽക്കുമ്പോൾ ഈ ജോസ് കെ മാണി എന്ന നേതാവിൻ്റെ കാര്യം അല്പം കഷ്ടമാണെന്ന് തോന്നുന്നു. അതായത് മുന്നണിയും പാർട്ടിയിലെ റോഷി അഗസ്റ്റിനെ പോലെയുള്ള ആളുകളും പറയുമ്പോൾ കേൾക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഒരു ജാഥയുമായി പോകുന്നു. പക്ഷെ ഒരു ഗ്യാരണ്ടിയും ആ മനുഷ്യൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണല്ലോ സത്യം. ജോസ് കെ മാണിയുടെ അതെ, നമ്മൾ ജോസ് കെ മാണിയുടെ പേര് മാത്രമായിട്ട് അവിടെ നിർത്തണ്ട. ഉള്ള കേരള കോൺഗ്രസുകാരുടെ എല്ലാവരുടെയും കൂടെ മൊത്തം സ്ഥിതി ഏറ്റെടുത്തേ. ആന്റണി രാജുവിൻ്റെ ഒരു പാർട്ടി കേരള കോൺഗ്രസ്സാണ്, ഗണേഷ് കുമാറിൻ്റെ ഒരു കേരള കോൺഗ്രസ്സാണ്, അനൂപ് ജേക്കബിൻ്റെ ഒരു കേരള കോൺഗ്രസ്സാണ്, പിന്നെ ജോസഫ് ഗ്രൂപ്പ്, ജോസ് കെ മാണി, ഇത്രയും വിഭാഗങ്ങളുണ്ട്. ഇതിൽ UDFൻ്റെ കൂടെ നിൽക്കുന്ന അനൂപ് ജേക്കബും ആണ് നിൽക്കുന്ന മെയിനായിട്ടുള്ള കക്ഷി. ജോസഫ് ഗ്രൂപ്പിലെ ഏതാനും പേരും ജയിച്ചു വരും. മറുവശത്തുനിന്ന് ജയിക്കാൻ സാധ്യതയുള്ള ഒറ്റ കേരള കോൺഗ്രസ് ഗണേഷ് കുമാർ ജയിക്കണമെന്നില്ല. അവിടെ ജ്യോതികുമാർ ചാമക്കാല നല്ല ഒന്നാം തരം ഫൈറ്റ്. പത്തനാപുരത്ത് വലിയ വിരുദ്ധ വികാരം ഉമ്മൻചാണ്ടിക്ക് അവിടെ മക്കളുടെ രംഗത്ത് വന്നതോടുകൂടി, ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും കൂടെ രംഗത്ത് വന്നതോടുകൂടി ഗണേഷ് കുമാർ വെള്ളത്തിലായി, ശരിക്കും വെള്ളത്തിലായി. അപ്പോൾ ഒന്ന് അത് ആ ഇടപാട് ഒരു കേരള കോൺഗ്രസ് ഇടപാട് തരിക. ആന്റണി രാജുവിൻ്റെ കാര്യം പറയണ്ടല്ലോ, എന്നാ ഇനി കോടതി മത്സരിക്കുന്നേയില്ല, അത് തീർന്നു. പിന്നെ മിച്ചം നിൽക്കുന്ന കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയാണ്. ഇതിൽ രണ്ടുപേർക്കും തോക്കാനാണ് സാധ്യത കൂടുതൽ. ജോസ് കെ മാണി എന്താണേലും തോക്കും. അതുകൊണ്ട് തന്നെ റോഷി അഗസ്റ്റിനും ഇനിയിപ്പോൾ റോഷി അഗസ്റ്റിനെ തോൽപ്പിക്കുക എന്നുള്ളതായിരിക്കും ജോസ് കെ മാണി. അപ്പോൾ ജോസ് കെ മാണിയോട് കൂറ് പുലർത്തുന്ന കേരള കോൺഗ്രസോട് ഇപ്പോൾ ആർക്കെതിരാവും? റോഷി അഗസ്റ്റിന് അങ്ങനെ പബ്ലിക്കിനിടെ ഇടുക്കി ഭാഗത്ത് കുറേ പിന്തുണയുണ്ടെന്നുള്ളതാണ്, വ്യാപകമായി പിന്തുണയില്ല. പക്ഷേ ഇത് മുഴുവനും കൂടി ഇടുക്കി നിയോജകമണ്ഡലത്തിൽ എതിരായിട്ട് വരും. ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും നമ്മൾ ഇപ്പോൾ കോൺഗ്രസ്സിലായാലും CPMലായാലും പാർട്ടിയെ നയിക്കുന്നവരും മന്ത്രിയായിരിക്കുന്നവരും തമ്മിൽ എപ്പോഴും പ്രശ്നമാണ്. ഉള്ളിലെങ്കിലും അവർ വലിയ അസ്വാരസ്യങ്ങളാണ്. കോൺഗ്രസ്സിലായാലും KPCC അധ്യക്ഷനും മുഖ്യമന്ത്രിയും എപ്പോഴും അവർ നല്ല രീതിയിലല്ല പോകുന്നത് എങ്ങനെയാണ്. പക്ഷേ എല്ലാവരും ഇത്രയും 5 വർഷത്തോളമായി കണ്ടുവരുന്നത് ഒരു വാക്കുകൊണ്ട് പോലും ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും തെറ്റിയിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അത് ജോസ് കെ മാണിയുടെ ഒരു കഴിവ് എന്ന് തന്നെ പറയാം. കാരണം അധികാരമെല്ലാം തൻ്റെ കയ്യിലിരിക്കേണ്ടത് എന്ന് ഉറപ്പിക്കുമ്പോഴും മാണിയുടെ ശിഷ്യനായി മാറിയ റോഷി അഗസ്റ്റിനിലേക്കെല്ലാം കൊണ്ടുകൊടുത്ത് ഇദ്ദേഹം ഇങ്ങനെ ഒരു അധികാരവുമില്ലാതെ നടക്കുന്നൊരവസ്ഥ. അപ്പോഴും ജോസ് കെ മാണി ദേഷ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ അവസാന കാലത്ത് റോഷി അഗസ്റ്റിൻ നൽകിയത് ഒരു 8ൻ്റെ പണി തന്നെയാണ്. പാലുമള്ളത്തിൽ പണിയെന്നും പറയും. അതെ, കഴിഞ്ഞ ദിവസം മാണി സാറൊന്നും ഉണ്ടെങ്കിൽ അത് നടക്കില്ല. കാരണം പാർട്ടി ചെയർമാൻ്റെ മൈക്ക് പിടിച്ച് വലിച്ചെടുത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ്. ചരിത്രത്തിൽ സാധാരണ അല്ല, അത് അവിടെ വെച്ച് ചെയ്തെന്ന് മാത്രമല്ല, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തെന്ന് പത്രസമ്മേളനത്തിൽ പറയാം. അതെ, ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അതിന് എന്താണ് മറുപടി പറയേണ്ടത് എന്നറിയാതെ ജോസ് കെ മാണി പറയുന്നു, ഒരു ചോരത്തിളപ്പുള്ള നേതാവാണ് എപ്പോഴും റോഷി അഗസ്റ്റിൻ, ആ ചോരത്തിളപ്പിൽ അദ്ദേഹം പറഞ്ഞതാണ്, അത് കാര്യമാക്കണ്ട എന്ന് പറയുന്നു. എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയുന്നു. അദ്ദേഹം ഇന്ന് വീണ്ടും പത്രക്കാരുടെ മുമ്പിൽ വന്ന് പറഞ്ഞു, ചോരത്തിളപ്പല്ല, ഇതെൻ്റെ കോൺഫിഡൻസാണ്, രാഷ്ട്രീയം പഠിച്ചിട്ട് പറയാണ്. കോൺഫിഡൻസോടെ ഞാൻ പറയുന്നു പാലായിൽ പാർട്ടി ചെയർമാൻ മത്സരിക്കുമെന്നുള്ളത്. പാർട്ടി ചെയർമാനെ ഇദ്ദേഹം സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയാണ് മന്ത്രി. അപ്പോൾ പാലായിൽ ഏത് കുഞ്ഞിനും അറിയാം പച്ചയ്ക്ക് അവിടെ ജോസ് കെ മാണി ഈ രീതിയിൽ റോഷി അഗസ്റ്റിൻ്റെ പ്രഷർ കൊണ്ടാണ് ജോസ് കെ മാണി അവിടെ മത്സരിക്കാൻ പോകുമ്പോൾ തന്നെ ജോസ് കെ മാണി ഒന്നിനും കൊള്ളാത്തവനാണെന്ന് അവർക്ക് മനസ്സിലായില്ലേ. അതെ, സ്വന്തം ഇഷ്ടമില്ലാതെയാണ് പാലായി മത്സരിക്കാൻ ചെല്ലുന്നത്. അപ്പോൾ റോഷി അഗസ്റ്റിൻ്റെ പ്രഷർ അല്ലെ, റോഷി അഗസ്റ്റിന് ഭയപ്പെടുത്തിയാണ് ജോസ് കെ മാണി അങ്ങോട്ട് വിട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ജോസ് കെ മാണിക്ക് പിന്നെ എന്നാ വില? അതെ, അതുമല്ല, ജോസ് കെ മാണി കഴിഞ്ഞ പാലായിൽ തോറ്റതിന് ശേഷം കടുത്തുരുത്തിയാണോ ഏറ്റുമാനൂരാണോ അല്ല കാഞ്ഞിരപ്പള്ളിയാണോ തനിക്ക് ഏറ്റവും നല്ലത് എന്ന് അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനൊരു പാല അദ്ദേഹത്തിൻ്റെ മനസ്സിലേ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അല്ല, ജോസ് കെ മാണിക്ക് കോട്ടയം ജില്ലയിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചങ്ങനാശ്ശേരിയോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിയോ ഇവരാരെങ്കിലും മാറ്റിയിട്ട് മത്സരിക്കണം. പക്ഷേ ചങ്ങനാശ്ശേരി ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മുനിസിപ്പാലിറ്റി വരെ കോൺഗ്രസ് പിടിച്ചു. NSS എതിർത്ത് നിന്നിട്ടും, സുകുമാരൻ നായർ എതിർത്ത് നിന്നിട്ടും ആ ചങ്ങനാശ്ശേരി പെരുന്നയിരിക്കുന്ന സ്ഥലം കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി കോൺഗ്രസ് പിടിക്കുകയാണ്. അവിടെ ജോസഫ് ഗ്രൂപ്പൊന്നും കാര്യമായിട്ടില്ലല്ലോ, ദയനീയമായിട്ട് തോറ്റ അസംബ്ലിയിൽ അവർ. അപ്പം ഈ കോൺഗ്രസിൻ്റെ ശക്തി ചങ്ങനാശ്ശേരിയിലേക്ക് ജോസ് കെ മാണിയുടെ ഓപ്ഷൻ വരികയില്ല.
പിന്നെ ജയരാജനെ മാറ്റിയിട്ട് കാഞ്ഞിരപ്പള്ളി മത്സരിക്കാമെന്ന് വിചാരിക്കേണ്ട. കാരണം ഒരു നായരെ മാറ്റി വേറൊരു നായരെ എവിടെയെങ്കിലും കൊടുക്കണ്ടേ. 2 പിന്നെ ഏറ്റുമാനൂർ വാസവനൊക്കെ നേരത്തെ പണ്ടേ കൊടുത്തുപോയി. റാന്നിയിൽ അവിടെ പോയിട്ട് കാര്യമില്ല, പ്രമോദനാരായണൻ മാത്രമേ ഉള്ളൂ. പിന്നെ റോഷി അഗസ്റ്റിൻ ഇടുക്കിയിലുള്ള അവിടെ മത്സരിക്കാൻ റോഷി അഗസ്റ്റിൻ മാറി കൊടുക്കുമോ? ഇല്ല. പിന്നെ മിച്ചമുള്ള കടുത്തിരുത്തിയാണ്. കടുത്തിരുത്തി ഇങ്ങനെ മത്സരിക്കാൻ വന്നാലത്തെ ഒരു പ്രധാന പ്രശ്നം, കടുത്തിരുത്തി സീറ്റ് ക്രാനായക്കാരാണ് കേരള കോൺഗ്രസ് മത്സരിക്കാറ്, സ്റ്റീഫൻ ജോർജ് ഉൾപ്പെടെയുള്ളവർ. ക്രാനായക്കാർക്ക് പിന്നെ എവിടെ കൊണ്ട് സീറ്റ് കൊടുക്കും? അല്ല, മോൻസ് ജോസഫ് ഉണ്ടല്ലോ. മോൻസ് ജോസഫ് മറ്റേ കേരള കോൺഗ്രസിലല്ലേ, ജോസഫ് ഗ്രൂപ്പിൽ. അതെ, UDF ഉണ്ടല്ലോ. അദ്ദേഹം ജയിച്ചാലോ? അദ്ദേഹം ജയിക്കോ തോക്കോ ചെയ്യട്ടെ. ഇവർക്ക് ജയിക്കാൻ വേണ്ടിയാണല്ലോ ജോസ് കെ മാണി മത്സരിക്കാൻ വരുന്നത്. ജോസ് കെ മാണി അപ്പോൾ അവിടെ ക്രാനായക്കാർക്ക് എവിടെ സീറ്റ് കൊടുക്കും? അവിടെ ഒരു സാമുദായിക പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഒന്നുമല്ലാത്ത തൃശങ്കൂലാണ് ജോസ് കെ മാണി. ജോസ് കെ മാണിക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലി കേരള കോൺഗ്രസ് ഡിസോൾവ് ചെയ്തിട്ട് എല്ലാവരും ചേരണ്ട, പാർട്ടിയായിട്ട് ചേരണമെന്നേ. കോൺഗ്രസിൽ ഞങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസ് ചേരുക, അന്ന് മാത്രമേ പറ്റുള്ളൂ. അത് VD സതീശൻ പറഞ്ഞതുപോലെ ബാർഗെയിനിങ്ങുമായിട്ട് ഇങ്ങോട്ട് വരണ്ട. കോൺഗ്രസ്സുകാരായിട്ട് ഇങ്ങോട്ട് വരാവുന്നത് വാങ്ങിച്ച്. ഇപ്പോൾ സന്ദീപ് വാര്യർ BJP വന്നു. സന്ദീപ് വാര്യർ ഇപ്പോൾ ജോസ് കെ മാണിക്ക് അത്രയും കോൺട്രിബ്യൂഷൻ, സന്ദീപ് വാര്യർ അത്രയും കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ ജോസ് കെ മാണിക്ക് പറ്റിയില്ല. അത് പാലായും ചുറ്റുവട്ടം മാത്രമേ പറ്റുള്ളൂ. ആ സന്ദീപ് വാര്യർക്ക് യാതൊരു ഡിമാൻഡും ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ എവിടെ വേണം, തൃശ്ശൂർ മത്സരിക്കാനോ പാലക്കാട് മത്സരിക്കാനോ അല്ലെങ്കിൽ എറണാകുളത്ത് എവിടെയെങ്കിലും തൃപ്പൂണിത്തുറ മത്സരിക്കാനൊക്കെ സന്ദീപ് വാര്യർ റെഡിയാന്നേ. അപ്പം അങ്ങനത്തെ ഒരു മനസ്സോടെ, വിട്ടുവീഴ്ച മനോഭാവത്തോടെ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ ജോസ് കെ മാണിക്ക് പറഞ്ഞേക്കാം. പക്ഷേ ഈ കഴിഞ്ഞ UDF പോകും എന്ന് ഉറപ്പിക്കുമ്പോഴും മധ്യമേഖലാ ക്യാപ്റ്റൻ ജാഥയുടെ ക്യാപ്റ്റൻ എന്ന പദവി തനിക്ക് വേണ്ട എന്ന് പറഞ്ഞൊക്കെ നമുക്ക് കേട്ടതാണ്. 2 യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഏകദേശം ഉറപ്പായതാണ് UDF പോകുന്നു എന്നുള്ളത്. പക്ഷേ അന്ന് പിടിച്ചു നിർത്തിയത് എന്തോ വലിയൊരു ക്രമക്കേട് നടന്നതിൻ്റെ പേപ്പർ വാസവൻ മന്ത്രി കാണിച്ചു എന്നും അത് റോഷി അഗസ്റ്റിനെ കാണിച്ചു. റോഷി അഗസ്റ്റിനാണ് ക്രമക്കേട് നടത്തിയത് എങ്കിലും റോഷി പറയാൻ പോകുന്നത് ഇത് പാർട്ടിക്ക് വേണ്ടി നടത്തിയതാണ് എന്നും പണം പിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു എന്ന് പറഞ്ഞാൽ അതെ പിരിച്ചതുപോലെ. അപ്പോൾ ഇത് അങ്ങനെ പറഞ്ഞാൽ ജോസ് കെ മാണി ഇവിടെ രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടി വരും, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് പാർട്ടി പിളർത്താതെ അവിടെ തന്നെ നിന്നു എന്ന് മാത്രം. പക്ഷെ പാർട്ടി പിളർത്താതെ അവിടെ തന്നെ നിന്നാൽ ഒരു പക്ഷേ ഈ ക്രമക്കേടിൽ നിന്ന് രക്ഷപ്പെടാമായിരിക്കാം. അത് മാണി സി കാപ്പൻ പറയുകയും ചെയ്തു. ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനുമുള്ള ഉത്തരം, അവർ നടത്തിയ ക്രമക്കേടിനുള്ള ഉത്തരം ഞങ്ങൾ 2 മാസം കഴിഞ്ഞ് കൊടുക്കും എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നാണക്കേട് വരുന്നത് ഇനി 2 മാസം കഴിഞ്ഞ് വരാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ UDF വരുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് തോന്നുന്നത്. നേരത്തെ വന്നാൽ കുഴപ്പമില്ല, നാണക്കേടില്ല. അധികം UDF ജയിച്ച ശേഷം വരുമ്പോൾ ഇത്രയും പോലും വില കിട്ടിയാലോ. UDF ജയിച്ച ശേഷമാണ് ജോസ് കെ മാണി ഇങ്ങനെ തിരിച്ചു വരുന്നെങ്കിൽ ഇത്രയും വില കിട്ടിയല്ല. അതായത് മന്ത്രി റോഷി അഗസ്റ്റിനോടുള്ള സ്നേഹം കൊണ്ട് ഇദ്ദേഹം അവിടെ നിൽക്കുകയും നമുക്ക് ഇത് മതി, തോറ്റാലും ജയിച്ചാലും ഈ പാർട്ടി മതി, ഈ മുന്നണി മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയെ ചെയ്യുന്നത് വലിയ രീതിയിലുള്ള ചതിയല്ലേ. ജോസ് കെ മാണി ചതിച്ച് തന്നെ മാണി സാറ് KM മാണി ചതിച്ച് തന്നെയല്ലേ വന്നത്. KM മാണി ചതിച്ച് തന്നെ അതിൻ്റെ അകത്ത് നേരോടെ നെറുവോടെ പെരുമാറിയിരിക്കുന്ന ഒറ്റ കേരള കോൺഗ്രസ് നേതാവേ ഉള്ളൂ. അത് മറ്റാരുമല്ല, PJ ജോസഫാണ്. PJ ജോസഫ് മാണിക്ക് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കേസ് വന്ന് രാജിവെക്കേണ്ടി വരുന്നു. പകരം PJ ജോസഫിനെ മന്ത്രിയാക്കുന്നു. മാണിയുടെ ഇലക്ഷൻ കേസ് മാണിക്ക് അനുകൂലമായി 1 വർഷം കഴിഞ്ഞ് വിധിക്കുന്ന ആ പിറ്റേ ദിവസം രാജിക്കത്ത് കൊടുത്തയാളാണ് PJ ജോസഫ്. അങ്ങനെ വളരെ ചുരുക്കം വരെ ഉള്ളൂ. അതെ, അതുമാത്രമല്ല മാണി സാറുണ്ടാവുന്ന സമയത്ത് PJ ജോസഫ് അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹം പറയുന്നത് പോലെ കേട്ടു നിന്നു. ലയിക്കണമെന്ന് പറഞ്ഞ് ലയിച്ച് കേരള കോൺഗ്രസ് ഉണ്ടാക്കുന്നതിന് പകരം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലേക്ക് ലയിക്കുക. അത് മാണി സാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പാർട്ടിയിലേക്ക് ലയിക്കാൻ ഇത്രയും മുതിർന്ന ഒരു നേതാവിന് അദ്ദേഹത്തിൻ്റെ അതൊരു വിശാല മനസ്കത തന്നെയായിരുന്നു. പക്ഷേ മാണി സാറും പോയിട്ടും മകൻ തുടങ്ങി PJ ജോസഫിനോട് യുദ്ധം. അതൊക്കെ ആകുമ്പോൾ അവിടെ PJ ജോസഫിനെ രക്ഷപ്പെടാനായിട്ട് ക്രെഡിബിളായിട്ട് പറഞ്ഞ് കാലം നേരത്തെ നിർത്താൻ പറ്റിയത് കോട്ടയം പാർലമെൻറ്റ് സീറ്റ് യാതൊരു കാരണവശാലും അർഹതപ്പെട്ട സീറ്റല്ലത്. എന്നാൽ പോലും ജോസഫ് ഗ്രൂപ്പിൽ മറ്റേ ഫ്രാൻസിസ് ജോർജിന് കൊടുക്കുകയും വൻ ഭൂരിപക്ഷത്തിൽ ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് നിന്ന് കേരള കോൺഗ്രസിൻ്റെ ഹൃദയത്തിൽ നിന്ന് ജയിച്ചു വരികയും ചെയ്തപ്പോഴാണ് ജോസഫ് ഗ്രൂപ്പിന് നിലനിൽപ്പുണ്ടായത്. അവരിപ്പോൾ ബാർഗനിങ് തുടങ്ങി. ഞങ്ങൾ തൻ്റെ പ്രവർത്തകരെല്ലാം തിരിച്ചു പോയി എന്നുള്ള ജോസ് കെ മാണിക്കൊരു തിരിച്ചറിവ് വന്നതും അത് തന്നെയാണ്.
പ്രവർത്തകരില്ല, എല്ലാം പോയി കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ഉപതെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് സംഭവിച്ചത്. അല്ല, ഇവിടെ സംഭവിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയുടെ ഒരു സരിതയുടെ കേസ് കൃത്രിമമായിട്ടുണ്ടാക്കിയതാണെന്നുള്ള രീതിയിൽ ഇത് വരുമ്പം ജോസ് കെ മാണിക്കൊക്കെ അതിനകത്ത് പങ്കില്ല. പക്ഷേ അതിനെ തടയാൻ വേണ്ടി ഒന്നും ചെയ്തില്ല മാണി, കെ മാണി ചെയ്തില്ല. അതെ, ഇന്നിപ്പോൾ പുതിയതായി വന്നിരിക്കുന്നത് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിൽ ജോസ് കെ മാണിയുടെ ഫ്ലക്സ് വെച്ചതുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ രംഗത്ത് വന്നു, ഒരിക്കലും രാഷ്ട്രീയത്തിൽ വരാത്ത അവരും രംഗത്ത് വന്നു. അത് ഗണേഷ് കുമാറിനെതിരായിട്ടാണ് വന്നിരിക്കുന്നത്. അതെ അതെ, അതപ്പോൾ ഈ ഞാൻ പറഞ്ഞ കേരള കോൺഗ്രസിൻ്റെ ഓരോ കണ്ണിയായിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കും. കേരള കോൺഗ്രസ്, അതായത് പ്രത്യേകിച്ച് ഇടതുപക്ഷത്ത് നിൽക്കുന്ന കേരള കോൺഗ്രസിനെ ചുട്ട് ഭസ്മമാക്കാൻ കഴിയുന്ന ഒരുപാട് ആരോപണങ്ങളും തിരിച്ചടികളുമാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഒന്ന് ഓർത്തിരിക്കുക, ഇടതുപക്ഷവും കെ എം മാണിയായിട്ട് എല്ലാ കാലത്തും അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. കെ എം മാണിയുടെ കാലത്ത് ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന എബ്രാഹമാണ്, കെ എബ്രാഹാണ് ഐസക്കിൻ്റെ സെക്രട്ടറി ആയിരുന്നേ. ധനകാര്യ വകുപ്പിൽ യാതൊരു മാറ്റമുണ്ടോ? എന്നിട്ടാണ് ആ ബജറ്റിന് ഇവന്മാർ അസംബ്ലിയിൽ എതിർത്തത്. ഒരേ സെക്രട്ടറി തുടർച്ചയായിട്ട് തുടരുക. ഇപ്പോഴും അയാൾ വേറെ രീതിയിൽ റിട്ടയർമെൻറ്റിന് ശേഷം സർവീസിൽ തുടരുകയാണ്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? അപ്പോൾ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന ബാഹ്യമായ ചില ശക്തികളുണ്ട്. മുമ്പ് ഊരാളുങ്കൽ സൊസൈറ്റി പോലുള്ള ശക്തികൾ. ഇപ്പോൾ AK ശശീന്ദ്രൻ വല്ല പങ്കുണ്ടോ വനം വകുപ്പിൽ? വല്ല കാശൊക്കെ കിട്ടുമായിരിക്കും. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു വട്ടമരം വെട്ടിക്കൊടുക്കാനുള്ള റൈറ്റ് അയക്ക് ചെയ്യാൻ പറ്റിയില്ല. ചെയ്യാൻ വേറെ ആമ്പിള്ളേരുണ്ട്. അയാളവിടെ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. രാമേന്ദ്രൻ കടന്നപ്പള്ളി, അങ്ങനെയുള്ള കുറേ മന്ത്രിമാരുണ്ട്. പക്ഷേ ജോസ് കെ മാണി അങ്ങനെ ഒരു മന്ത്രി ആയിരിക്കില്ല എന്ന് ഇയാൾക്കറിയാം. ഇടതുപക്ഷത്തിന് ഭരണം കിട്ടില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പിക്കുമ്പോൾ തന്നെ CPM ഒക്കെ എങ്ങനെയെങ്കിലും കുറച്ച് കാലം നിലനിൽക്കും. പക്ഷേ ജോസ് കെ മാണി ഇല്ല, അതവിടെ തെറ്റുന്നു. CPM ഞാൻ കണക്ക് കൂട്ടുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ബംഗാളും കൂടെ നടക്കുന്നുണ്ടല്ലോ കൂടെ, ഇവർക്കുള്ള ഒരു ഹോപ്പോടെ അവിടെ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പം CPM ഇവിടെയും കൂടെ തീർന്നാൽ 10-15 സീറ്റ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെന്ന് വരാൻ വേണമെങ്കിൽ ഈ കളയോട്ടമൊക്കെ ചെയ്യാനുള്ള സൗകര്യമുള്ള പാർട്ടി കോട്ടകളിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് തോറ്റാൽ പിന്നെ അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ലീഡറില്ല എന്നുള്ളതാണ്. പണ്ട് EMS ഉണ്ടായിരുന്നു, ഇപ്പോഴും പറയുന്നത് മൂന്നാം പിണറായി വരണമെന്നില്ല. മൂന്നാം പിണറായി. അപ്പോൾ സംഭവിക്കും, ഞാൻ കണക്ക് കൂട്ടുന്നത് CPMൽ നിന്നും മാറിപ്പോയി ഒത്തിരി CPMകാരുണ്ട്. ഇപ്പോൾ അവിടെ നമ്മുടെ കുഞ്ഞികൃഷ്ണൻ നമ്മൾ ലാസ്റ്റ് കണ്ടു, TP രമ കണ്ടു, ഇവിടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു വിനോദ് കുമാർ വന്നിട്ടുണ്ട്, ജി സുധാകരൻ, നമ്മുടെ സുരേഷ് കുറുപ്പ്, ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു ഇടതുപക്ഷ പാലക്കാട് ജില്ലയിൽ പുതിയ പാർട്ടി ഉണ്ടാകാൻ പോകുന്നു. ഒരു ഇടതുപക്ഷ മുന്നണി രൂപീകരിക്കുകയും അത് ചിലപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടെ ജനശ്രദ്ധ ആകർഷിക്കാൻ സാധിക്കുകയും ആ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും പാളിച്ച വരുന്ന സമയത്ത്, UDF ഏതെങ്കിലും പാളിച്ച വരുന്ന സമയത്ത് ആ CPM ഗ്രൂപ്പിന് എന്നാണ് ഞാൻ കണക്കൂട്ടുന്നത്. ഏതായാലും ജോസ് കെ മാണിയുടെ കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിപരമായി എടുക്കുകയാണെങ്കിൽ ജോസ് കെ മാണി തകർന്നു തുടങ്ങി എന്നുള്ളത് കേരള കോൺഗ്രസ് മാണി ആ കൂട്ടത്തിൽ പോയി. അതെ, മാണി ഗ്രൂപ്പ് UDFിലേക്ക് വരാത്തിടത്തോളം കാലം ഇനി അവർക്ക് നിലനിൽപ്പില്ല. റോഷി അഗസ്റ്റ്യൻ എന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ക്രമക്കേട് കൊണ്ട് അദ്ദേഹം ഇതിൽ ഒട്ടി നിൽക്കുന്നു. ഇടുക്കിയും പോയി. പക്ഷേ ഇടുക്കിയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ഉള്ള ഇടത്തൊക്കെ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരൊന്നും ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റിയ മണ്ഡലമൊന്നും അങ്ങനെ ഇല്ല. അതുകൊണ്ട് കാഞ്ഞിരപ്പള്ളി ആയാലും പൂഞ്ഞാറായാലും ഇടുക്കിയായാലും ഒക്കെ തകർന്നു വീഴും എന്നുള്ളത് ഉറപ്പാണ്. നേരത്തെ പറഞ്ഞ ചങ്ങനാശ്ശേരി അടക്കമുള്ള സ്ഥലങ്ങളൊക്കെ. അതുകൊണ്ട് ജോസ് കെ മാണി എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തിന് തിരശീല വീഴും എന്നുള്ളത് ഉറപ്പാകുന്നു. എങ്ങനെ? അദ്ദേഹം ഇടതുമുന്നണി വിടാൻ തയ്യാറായില്ലെങ്കിൽ. അത് ഇടതുമുന്നണി വിടാൻ തയ്യാറാകാതെ നിൽക്കുന്നത് റോഷി അഗസ്റ്റ്യനെ കൊണ്ട് മാത്രമാണ്. സത്യത്തിൽ റോഷി അഗസ്റ്റ്യൻ ജോസ് കെ മാണിയെ ചതിക്കുകയാണ് ചെയ്യുന്നത്. ചതിക്കുക എന്നുള്ള വാക്കിനേക്കാൾ ബലി കൊടുക്കുകയായിരിക്കുന്നത്. തൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു മനുഷ്യബലി വേണമെന്ന് പറഞ്ഞു. അത് സ്ഥിരമായൊരു നിലനിൽപ്പുമല്ല, മനുഷ്യക്കുരുതി വേണമെന്ന് പറഞ്ഞു. ഉടനെ ജോസ് കെ മാണിയുടെ തല പിണറായി വിജയൻ്റെ പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തു. അത്ര തന്നെ. അങ്ങനെ ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ പിതാവുണ്ടാക്കിയ ഒരു പാർട്ടി, പിതാവുണ്ടാക്കിയ പാർട്ടി അല്ല ശരിക്കും പാർട്ടിക്കാരുടെ KM ജോർജ് ഉണ്ടാക്കിയതാണ്. ജോർജിനെ ചതിച്ചിട്ടാണ് ജോർജ്, PT ചാക്കോ തുടങ്ങിയ നല്ല നല്ല നേതാക്കന്മാരുടെ, PC തോമസ് ഉണ്ടായിരുന്നു. PT ചാക്കോയുടെ മകനുണ്ടെന്നേ ഇവിടെ ജോസഫ് ഗ്രൂപ്പിലത്. അതെ, ജോസഫ് ഗ്രൂപ്പ്. KM ജോർജിൻ്റെ മകൻ ജോസഫ് ഗ്രൂപ്പിലാണ്. ഇപ്പോൾ കുടുംബ പാരമ്പര്യം നോക്കുന്നെങ്കിൽ ജോസഫ് ഗ്രൂപ്പാണ് സ്ട്രോങ്. അതെ. അപ്പം അത് മാറി ഈ ഇത്തരം പാർട്ടികൾ ഇല്ലാതാവുന്നതോടുകൂടി കോൺഗ്രസിന് ഈ കാലത്ത് പറ്റിയ ഏറ്റവും വലിയ നഷ്ടം
ഈ കേരള കോൺഗ്രസിന് വേണ്ടി സീറ്റുകൾ കൊടുത്ത് കോൺഗ്രസ് ഇല്ലാതായി. കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒന്നും പ്രവർത്തിക്കാനില്ല. എല്ലാം ഈ 2ലേക്ക് വേണ്ടി വോട്ട് കിട്ടുക എന്നുള്ള സ്ഥിതിയിലേക്ക് ഇത് മാറി. ആ സിറ്റുവേഷൻ ഇപ്പോൾ മാറ്റം വരാൻ പോകും. ആ മാറ്റം ചങ്ങനാശ്ശേരിയിലൊക്കെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഭരണം പിടിക്കാനായി കോൺഗ്രസ്. ആ മാറ്റം വരിക എന്ന് പറഞ്ഞ അർത്ഥം കേരള രാഷ്ട്രീയത്തിൽ UDF അല്ലെങ്കിൽ കോൺഗ്രസ് മുസ്ലിം ലീഗും ഉള്ള ശരിക്കും മുന്നണി 2 കക്ഷികളേ ഉള്ളൂ. RSPയുടെ നല്ല പിന്തുണയും കിട്ടുന്നുണ്ട്. RSPയുടെ വർക്കേഴ്സിൻ്റെ അല്ലാണ്ടൊരു വ്യാപകമായ ജനപിന്തുണയില്ലല്ലോ. അപ്പോൾ ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസ് മുസ്ലിം ലീഗ് ഉൾപ്പെട്ട സ്ട്രോങ് യാതൊരു കുഴപ്പമില്ലാതെ പോകുന്ന 2 മുന്നണി ചിലപ്പം ഒത്തുകിട്ടിയാൽ ഗതി കെട്ടാൽ CPIയും ചിലപ്പം ഈ മുന്നണിയിലേക്ക് വരും. CPMൻ്റെ കൂടെ ആരാ ഉണ്ടായിരിക്കുന്നതെന്ന് അവസാനം CPM BJP ആയിട്ട് പരസ്യ ധാരണയ്ക്ക് തയ്യാറാകേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും. തീർച്ചയായും അങ്ങനെ ഓരോ കൊലകൊമ്പന്മാർ എന്നൊക്കെ വിശേഷിപ്പിച്ചവരെയൊക്കെ പതനത്തിലേക്ക് നയിക്കുന്ന കാഴ്ചയാണിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ജോസ് കെ മാണി തന്നെ വലിയ ഭാഗവാക്കാവുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള റോഷി അഗസ്റ്റിൻ അതിനുവേണ്ടി മധ്യമേഖലയുടെ ജാഥ ക്യാപ്റ്റനല്ലേ. മധ്യം എന്ന് പറഞ്ഞാൽ നടുവൊടിയാണ്. ഈ മുന്നണിയുടെ നടുവൊടിയുന്നതിൻ്റെ സൂചനയാണ് ജോസ് കെ മാണിയെ മധ്യമേഖല ഏൽപ്പിച്ചത്.